ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് DFT പ്രോപ്പർട്ടീസിന്റെ പ്രോബ്ലം ആണ്. ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് if x of n and x of k are n point DFT pair, then x of n plus n equal to x of n. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് n പോയിന്റ് DFT പെയർ ആണ്, അതായത് ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് n ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അറിയാം ആസ് പെർ ദ DFT പ്രോപ്പർട്ടി, DFTയുടെ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിന്റെ റിസൾട്ട് വരുന്നത്? എക്സ് ഓഫ് n എന്ന് പറയുന്നത് പീരിയോഡിക് ആണെങ്കിൽ ആൻഡ് ഇഫ് ക്യാപിറ്റൽ N ഈസ് ദ പീരിയഡ്, നമുക്ക് എഴുതാം എക്സ് ഓഫ് n ഈക്വൽ ടു എക്സ് ഓഫ് n പ്ലസ് ക്യാപിറ്റൽ N. സോ പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി പ്രകാരം ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. സോ ഇതിന്റെ ആൻസർ എന്താണ്? ട്രൂ ആണ്. സോ ഇത് DFT പ്രോപ്പർട്ടിയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. DFTയുടെ വളരെ ബേസിക് ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ് പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ട്രൂ ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത് if x1 of k and x2 of k are n point DFTs of x1 of n and x2 of n, then what is the n point DFT of a x1 of n plus b x2 of n? നമ്മുടെ DFT പ്രോപ്പർട്ടിയുടെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ ഇതിന്റെ ആൻസർ പറയാവുന്നതേ ഉള്ളൂ. കാരണം DFTയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ലീനിയാരിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ്: നമ്മളുടെ രണ്ട് സീക്വൻസസ് ലീനിയർ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ DFTസിനെയും ലീനിയർ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാതെ തന്നെ പറയാവുന്നതേ ഉള്ളൂ. ഇതിന്റെ ആൻസർ വരുന്നത് ഇഫ് x1 of n ആൻഡ് x2 of n അതിന്റെ രണ്ടിന്റെയും DFTs x1 of kയും x2 of kയും ആണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ സീക്വൻസിന്റെ DFT എന്ന് പറയുന്നത് a x1 of k പ്ലസ് b x2 of k ആയിരിക്കും. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് എന്തായാലും ഒന്ന് നോക്കാം. ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ x1 then angle a of k plus x2 b of k, അതെന്തുവായാലും അല്ല. സെക്കൻഡ് വൺ a x1 of k plus b x2 of k, അതാണ് കറക്റ്റ് ആൻസർ. തേർഡ് വരുന്നത് e raised to a k x1 of k plus e raised to b k x2 of k ആണ്, അതും അല്ല. നമ്മുടെ DFTയുടെ റിസൾട്ടിൽ എന്തുവായാലും എക്സ്പോണൻഷ്യൽ ടേം ഒന്നും ഇങ്ങനെ വരുന്നില്ല. then none of the above. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആസ് പെർ ദ ലീനിയാരിറ്റി പ്രോപ്പർട്ടി a x1 of k plus b x2 of k ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് if x of n is a real sequence and x of k is its n point DFT, then which of the below is true? അപ്പോൾ ഓപ്ഷൻസിലേക്ക് നോക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ റിയൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? റിയൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഇമാജിനറി ടേം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ക്വസ്റ്റ്യന്റെ ആൻസർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടി കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് പ്രോപ്പർട്ടിയാണ്. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഒരു സീക്വൻസ് എക്സ് ഓഫ് എൻ പറഞ്ഞ സീക്വൻസിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എക്സ് സ്റ്റാർ ഓഫ് എൻ ആണെങ്കിൽ DFT ഓഫ് എക്സ് സ്റ്റാർ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എക്സ് സ്റ്റാർ ഓഫ് മൈനസ് കെ ആണ്. That is equal to x star of n minus k ആണ് എന്നാണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് പ്രോപ്പർട്ടി പറയുന്നത്. നമുക്കിവിടെ അറിയാം എക്സ് സ്റ്റാർ ഓഫ് n എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ് ഓഫ് n ആണ്. എക്സ് സ്റ്റാർ ഓഫ് n ഈക്വൽ ടു എക്സ് ഓഫ് n ആണ്. സിൻസ് ദ സീക്വൻസ് ഇസ് റിയൽ ആയതുകൊണ്ട് എക്സ് സ്റ്റാർ ഓഫ് n ഉം എക്സ് ഓഫ് n ഉം ഈക്വൽ ആണ്. സോ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് DFT ഓഫ് x of n equal to x of minus k equal to x of n minus k. So ഇത്രയും നമുക്ക് പ്രോപ്പർട്ടിയിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഓൾസോ എക്സ് ഓഫ് എന്നിനെയും എക്സ് സ്റ്റാർ ഓഫ് എന്നും ഈക്വൽ ആണ്. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. എക്സ് ഓഫ് എൻ മൈനസ് കെ ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് കെ. അപ്പോൾ അത് നമുക്ക് പ്രോപ്പർട്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല. ആസ് പെർ ദ പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി ദിസ് ഇസ് കറക്റ്റ്. ദെൻ സെക്കൻഡ് ഓപ്ഷനിൽ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ഓഫ് എൻ മൈനസ് കെ ഈക്വൽ ടു എക്സ് സ്റ്റാർ ഓഫ് കെ എന്നാണ്.
ഇവിടെ നമുക്കറിയാം എക്സ് സ്റ്റാർ ഓഫ് കെ ഈക്വൽ ടു എക്സ് ഓഫ് കെ. സോ ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ഇങ്ങനെ എഴുതാം. ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ മൈനസ് കെ ഈക്വൽ ടു എക്സ് ഓഫ് കെ ആണ്. സോ അഗെയിൻ ദിസ് ഇസ് എക്സ് ഓഫ് മൈനസ് കെ. എക്സ് ഓഫ് മൈനസ് കെ ഈക്വൽ ടു എക്സ് ഓഫ് കെ എന്നാണ് ഈ സെക്കൻഡ് ഓപ്ഷൻ റെഡ്യൂസ് ചെയ്തപ്പോൾ വന്നത്. ഇനി ഈ മേളിൽ രണ്ട് ഇക്വേഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൺസിഡർ ചെയ്യാമെങ്കിൽ ഇക്വേഷൻ 2ൽ എഴുതിയിരിക്കുന്നത് DFT ഓഫ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് കെ ഈക്വൽ ടു എക്സ് ഓഫ് എൻ മൈനസ് കെ എന്നാണ്. സോ DFT ഓഫ് എക്സ് ഓഫ് എന്നെ നമ്മൾ എന്താണ് വിളിക്കുന്നത് ഇസ് എക്സ് ഓഫ് കെ. ദാറ്റ് ഈസ് ഇതിനെ നമ്മൾ എക്സ് ഓഫ് കെ എന്ന് വിളിക്കാം. സോ എക്സ് ഓഫ് കെ ആണത്. സോ എക്സ് ഓഫ് കെ ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് കെ എന്നാണ് റിലേഷൻ. സോ ദിസ് ഈസ് ഓൾസോ കറക്റ്റ്. ഓപ്ഷൻ 2 ഈസ് ഓൾസോ കറക്റ്റ്. ഇനി ഓപ്ഷൻ 3 എന്ന് പറയുന്നത് ആക്ച്വലി ഓപ്ഷൻ 2 തന്നെയാണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എക്സ് ഓഫ് മൈനസ് കെ ഈക്വൽ ടു എക്സ് സ്റ്റാർ ഓഫ് കെ. സി ഇവിടെ എക്സ് സ്റ്റാർ ഓഫ് കെ തന്നെയാണ്. എക്സ് ഓഫ് എൻ മൈനസ് കെ വി ക്യാൻ റൈറ്റ് എസ് എക്സ് ഓഫ് മൈനസ് കെ. സോ ഓപ്ഷൻ 2 and 3 are almost same. So that is also true. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബവ് എന്നാണ്. എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. സോ ആസ് പെർ ദ കോംപ്ലെക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി നമ്മളൊരു റിയൽ സീക്വൻസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എല്ലാ ഓപ്ഷൻസും സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ഇത് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഫെബ്രുവരി 2016 ചോദിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് KTUവിൻ്റെ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. The first 5 points of a 8-point DFT of a real sequence. ഇപ്പോൾ റിയൽ സീക്വൻസ് എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. റിയൽ സീക്വൻസ് ആർ നമുക്കൊരു 5 സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതൊരു DFT ആണ്. 8-point DFT ആണ്. ഫസ്റ്റ് 5 പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ റിമൈനിങ് പോയിന്റ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് DFT ഫൈൻഡ് ചെയ്യാൻ അറിയാം, ഇക്വേഷനൊക്കെ അറിയാം. പക്ഷേ ഇവിടെ ഇക്വേഷൻ അറിയണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് നമ്മളുടെ ഒറിജിനൽ സീക്വൻസ് വേണം. പക്ഷേ ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്, നമുക്ക് DFT തന്നെയാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ കുറച്ച് പോയിന്റ്സ് വന്നിട്ടുണ്ട്. ആ DFTയുടെ റിമൈനിങ് പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് DFT പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഏത് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യേണ്ടത്? അപ്പോൾ ഇത് സാധാരണ എക്സാംസിൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത് കോംപ്ലെക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം അതിന് വേണ്ടിയിട്ടാണ് അവരുടെ റിയൽ സീക്വൻസ് എന്നൊക്കെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫസ്റ്റ് 5 points ഓഫ് എ 8-point DFT എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം 8 എന്ന് പറയുന്നത് ഇവിടെ ക്യാപിറ്റൽ Nന്റെ വാല്യൂ ആണ്. ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു 8 എന്നാണ്. അടുത്തത് വേറൊരു കാര്യം മനസ്സിലാക്കാം. എക്സ് ഓഫ് എൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻപുട്ട് സീക്വൻസ് എന്ന് പറയുന്നത് ഒരു എന്ത് സീക്വൻസ് ആണ്? റിയൽ സീക്വൻസ് ആണ്. അപ്പോൾ റിയൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, അതിൻ്റെ അർത്ഥം എക്സ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് സ്റ്റാർ ഓഫ് എൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അതിൻ്റെ കോൺജുഗേറ്റും ഒറിജിനൽ സീക്വൻസും സെയിം തന്നെയായിരിക്കും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കോംപ്ലെക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് കോംപ്ലെക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി പറയുന്നത്? DFT ഓഫ് എക്സ് സ്റ്റാർ ഓഫ് എൻ ഈക്വൽ ടു എക്സ് സ്റ്റാർ ഓഫ് എൻ മൈനസ് കെ. ഇതാണ് കോംപ്ലെക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി. ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എക്സ് സ്റ്റാർ ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ. സോ വി ക്യാൻ റൈറ്റ് DFT ഓഫ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് സ്റ്റാർ ഓഫ് എൻ മൈനസ് കെ. ഇനി നമുക്ക് DFT ഓഫ് എക്സ് ഓഫ് എന്നെ എന്ത് വിളിക്കാം? ഈസ് കോൾഡ് എക്സ് ഓഫ് കെ. സോ എക്സ് ഓഫ് കെ ഈക്വൽ ടു എക്സ് സ്റ്റാർ ഓഫ് എൻ മൈനസ് കെ എന്ന് നമുക്ക് കിട്ടി. സോ ദിസ് ഇസ് അവർ റിലേഷൻ. സോ മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ 1. ഈ ഇക്വേഷൻ 1 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. എന്താണ് റിലേഷൻ? എക്സ് ഓഫ് കെ ഈക്വൽ ടു എക്സ് സ്റ്റാർ ഓഫ് എൻ മൈനസ് കെ. ഞാൻ ആ റിലേഷൻ ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് 5 പോയിന്റ്സ് ഉണ്ട്, റിമൈനിങ് 3 പോയിന്റ്സ് കൂടിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ 0, 1, 2, 3, 4. 0 to 4 വരുന്നുണ്ട്. സോ എക്സ് ഓഫ് 5 ഈസ് ഈക്വൽ ടു എക്സ് സ്റ്റാർ ഓഫ് എൻ എന്ന് പറയുന്നത് 8 ആണ്. 8 മൈനസ് 5. ഇവിടെ ഞാൻ ചെയ്തത് പുട്ട് കെ ആസ് 5. കെ ആസ് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് ഓഫ് 5 ഈക്വൽ ടു എക്സ് സ്റ്റാർ ഓഫ് 8 മൈനസ് 5. ദാറ്റ് ഇസ് എക്സ് സ്റ്റാർ ഓഫ് 3 എന്ന് വരും. ദെൻ
x of 6 is equal to x star of 8 minus 6. That is x star of 2 എന്ന് വന്നു. ഇവിടെ ഞാൻ കെയുടെ വാല്യൂ ആസ് 6 കൊടുത്തു. Then k is equal to 7 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 7th DFT പോയിന്റ് കിട്ടുന്നു. That is x of 7 equal to x star of 8 minus 7 which is x star of 1 എന്ന് കിട്ടി. ഇനി നമുക്ക് x star of 3, x star of 2 and x star of 1 കണ്ടുപിടിക്കാം. ഈ ക്യാപിറ്റൽ x ഒക്കെ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഡിനോട്ട്സ് ദ DFT പോയിന്റ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ DFT പോയിന്റ്സ് ഫസ്റ്റ് 0 to 4 വരെയുള്ള DFT പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് x star of 3, x star of 2 and x star of 1 കണ്ടുപിടിക്കാം. ഇനി നമുക്ക് x of 3 ഉണ്ട്. സോ അതിൻ്റെ കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് x of 5 എന്ന് പറഞ്ഞ DFT പോയിന്റ് കിട്ടും എന്നാണ് ആസ് പെർ ദ കോംപ്ലെക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടുന്ന റിലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. x of 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 0, 3 DFT point, first DFT point, second DFT point and this is the third DFT point. Third DFT point എന്ന് പറയുന്നത് 0.125 minus j 0.0518 ആണ്. That is x of 3. നമുക്ക് അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കണം. അതാണ് x star of 3 എന്ന് പറയുന്നത്. അതിൻ്റെ കോൺജുഗേറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ഇമാജിനറി ടേമിൻ്റെ സൈന് റിവേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ റിസൾട്ട് വരുന്നത് 0.125 പ്ലസ് j 0.0518. ഇതാണ് നിങ്ങളുടെ എന്ത്? x of 5. അടുത്തത് x of 6 കണ്ടുപിടിക്കാൻ x star of 2 ആണ്. 0, 1, 2. അത് 0 ആണ്. അപ്പോൾ അതിന് കോംപ്ലെക്സ് ടേം ഇല്ലാത്തതുകൊണ്ട് റിസൾട്ട് 0 is right. Then x of 7 എന്ന് പറയുന്നത് x star of 1 ആണ്. 0, 1. അപ്പോൾ ഈ ടേമിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക. ദാറ്റ് ഈസ് 0.125 പ്ലസ് j 0.318. So these are the remaining 3 DFT points. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എഴുതുമ്പോൾ ഇത്രയും പോയിന്റ്സ് എഴുതുക, റിമൈനിങ് ഈ പോയിന്റ്സ് എഴുതുമ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് DFT സെറ്റാണ് കിട്ടുന്നത്. സോ ഞാൻ കംപ്ലീറ്റ് DFT സെറ്റ് എഴുതാൻ പോവാണ്. സോ യുവർ x of k is set 0.25, 0.125 minus j 0.318, 0.125 minus j 0.0518, 0. ഇനി ഈ റിമൈനിങ് 3 points. That is 0.125 plus j 0.0518, comma, next point is 0 and last point is 0.125 plus j 0.318. അപ്പോൾ ഈ 3 പോയിന്റ്സും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് DFT സെറ്റ് കിട്ടുന്നു. സോ ദിസ് ഈസ് യുവർ ഫൈനൽ റിസൾട്ട്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എനി 2 DFT പ്രോപ്പർട്ടീസ്. ഇപ്പം 2 DFT പ്രോപ്പർട്ടീസ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ 3 DFT പ്രോപ്പർട്ടീസ് ചോദിക്കാം. അപ്പം മിക്കപ്പോഴും ചോദിക്കുന്നത് ഏതെങ്കിലും 2 അല്ലെങ്കിൽ ഏതെങ്കിലും 3 അങ്ങനത്തെ പ്രൂഫ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ പ്രൂഫ്സ് ചോദിക്കാൻ ചാൻസ് ഉള്ള ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് എനി 2 DFT പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ലീനിയാരിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഇസ് കോംപ്ലെക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ ഏതെങ്കിലും ഇഷ്ടമുള്ള 2 എണ്ണം പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലീനിയാരിറ്റി എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ലീനിയാരിറ്റി. ഓക്കെ, ലീനിയാരിറ്റി പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? നിങ്ങളുടെ x of n എന്ന് പറയുന്നത് a x1 of n പ്ലസ് b x2 of n ആണെങ്കിൽ ഇതിൻ്റെ DFT എന്ന് പറയുന്നത് എന്തായിരിക്കും? a x1 of k പ്ലസ് b x2 of k ആയിരിക്കും എന്നാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇൻപുട്ട് x of n-നെ a x1 of n പ്ലസ് b x2 of n എന്ന് എടുക്കാൻ പോവാണ്. DFT ഇക്വേഷൻ x of k equal to sigma n equal to 0 to n minus 1 x of n which is a x1 of n plus b x2 of n into
e raised to minus j 2 pi k n by capital N. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ജനറൽ ഇക്വേഷനിലേക്ക് x of n ന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ സിഗ്മ ടേമിന് സമ്മേഷൻ ടേമിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് സിഗ്മ n equal to 0 to n minus 1 a into x1 of n and also ഈ ടേമിനെയും അകത്തേക്ക് എടുക്കുകയാണ്. That is e raised to minus j 2 pi k n by capital N plus sigma n equal to 0 to n minus 1 b x2 of n into e raised to minus j 2 pi k n by capital N. Okay, ഇനി ഇതിനകത്തുനിന്ന് a പുറത്തേക്ക് എടുക്കുകയാണ്. a into sigma n equal to 0 to capital N minus 1 x1 of n into e raised to minus j 2 pi k n by capital N plus b പുറത്തേക്ക് എടുത്തു. sigma n equal to 0 to capital N minus 1 x2 of n into e raised to minus j 2 pi k n by capital N. ഇനി take this one, ഈ ഒരു ടേമിനെ ഞാൻ x1 of k ആയിട്ട് എടുത്തു ആൻഡ് ഈ ഒരു ടേമിനെ ഞാൻ x2 of k ആയിട്ട് എടുത്തു. റിസൾട്ട് വരുന്നത് a into x1 of k plus b into x2 of k എന്നാണ്. So your x of k is a into x1 of k plus b into x2 of k. So this is your result. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ് ഓഫ് എന്നിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീനിയാരിറ്റി പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് പ്രോപ്പർട്ടിയാണ്. സോ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് പ്രോപ്പർട്ടി ഈസ് DFT ഓഫ് x star of n equal to x star of minus k, that is x star of n minus k. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ജനറൽ ഇക്വേഷൻ DFTയുടെ ജനറൽ ഇക്വേഷനിൽ എക്സ് ഓഫ് എന്നിന് പകരം എക്സ് സ്റ്റാർ ഓഫ് എൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ DFTയുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? എക്സ് ഓഫ് കെ ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു ക്യാപിറ്റൽ N മൈനസ് 1 എക്സ് ഓഫ് n ഇൻറ്റു ഇ റേസ് ടു മൈനസ് j 2 pi k n by capital N. ഓക്കെ, സോ ഞാനിവിടെ റിപ്ലേസ് ചെയ്യുന്നു. പുട്ട് x of n equal to x star of n. അപ്പോൾ എങ്ങനെ വരും? That is equal to x star of n into, sorry, sigma n equal to 0 to capital N minus 1 x star of n into e raised to minus j 2 pi k n by capital N. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കോംപ്ലക്സ് ടേമിനെ പുറത്തേക്ക് എടുക്കാൻ പോവാണ്. So that is sigma n equal to 0 to capital N minus 1 x star of n ൽ നിന്ന് സ്റ്റാറിനെ പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ x of n. ഇനി അതുപോലെ തന്നെ ഇവിടെ ഒരു കോംപ്ലക്സ് ടേം ഉണ്ട്. അപ്പോൾ ഈ കോംപ്ലക്സ് ടേം ഈ ഒരു ടേമിൽ നിന്ന് കോംപ്ലക്സിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ കോമൺ ഇതിൽ നിന്നും എടുക്കണം. സോ ഈ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താവും? പോസിറ്റീവ്. ദാറ്റ് ഈസ് ഇ റേസ് ടു j 2 pi k n by capital N the whole കോൺജുഗേറ്റ്. അപ്പം ഞാനിവിടെ ചെയ്തെന്താണ്? ഈ സ്റ്റെപ്പിൽ ഈ ഒരു ടേമിൽ നിന്ന് കോൺജുഗേറ്റിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ കോൺജുഗേറ്റിനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എക്സ് ഓഫ് എന്നിൽ നിന്നും പോവും. ഇതൊരു കോംപ്ലക്സ് ടേമില്ല, അപ്പോൾ അതിൻ്റെ സൈനും റിവേഴ്സ് ആവുന്നു. സോ പുറത്തേക്ക് ഒരു കോൺജുഗേറ്റ് വന്നു. പിന്നെ DFTയുടെ ടേംസിൽ എഴുതണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഒരു നെഗറ്റീവ് വേണം. അപ്പോൾ നമുക്ക് ഇതിനെ മൈനസ് ഓഫ് മൈനസ് എഴുതാം. സോ ഞാൻ ഈ ഒരു ടേമിനെ റീപ്ലേസ് ചെയ്ത് എഴുതാൻ പോകുന്നത് സിഗ്മ n equal to 0 to capital N minus 1 x of n നെ അതുപോലെ തന്നെ എഴുതി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഓഫ് മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് ആണ്. മൈനസ് j 2 pi k n by capital N. ഈ മൈനസിനെ ഈ കേക്ക് കൊടുക്കാൻ പോവാണ്. ഓക്കെ, പുറത്തെന്തുണ്ട്? ഒരു കോൺജുഗേറ്റ്. നമ്മളൊരു കോൺജുഗേറ്റിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇത് DFTയുടെ ഇക്വേഷൻ ആണ്. പക്ഷേ ഇവിടെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ
e raised to minus j 2 pi k n by capital N ആണ്. പക്ഷേ e raised to minus j 2 pi k ക്ക് പകരം എന്താണ് മൈനസ് k n by capital N ആണ്. സോ ദിസ് ഇസ് ദ DFT ഓഫ്, ഓർ ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് എന്ത് എഴുതാൻ പറ്റും, എക്സ് ഓഫ് മൈനസ് k എന്ന് എഴുതാൻ പറ്റും. കോൺജുഗേറ്റ്. ഒന്നുകൂടെ പറയാം, ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് ഇവിടെ പോസിറ്റീവ് ആണല്ലോ, അപ്പോൾ 2 നെഗറ്റീവ് കൊടുത്തു, ഒരു നെഗറ്റീവിനെ ഇവിടെ കൊടുത്തു, ദെൻ അകത്തൊരു നെഗറ്റീവിനെ കൊടുത്തു, ബിക്കോസ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇസ് പോസിറ്റീവ്, ആൻഡ് ഈ നെഗറ്റീവിനെ നമ്മൾ കെയ്ക്കാണ് കൊടുത്തത്, സോ മൈനസ് k എന്നായി റീപ്ലേസ് ചെയ്തിട്ട്. സോ ദിസ് ഇസ് എക്സ് സ്റ്റാർ ഓഫ് മൈനസ് k. ഇവിടെ നെഗറ്റീവ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ സോ ദിസ് ഇസ് എക്സ് ഓഫ് k, ബട്ട് സിൻസ് ഇതൊരു മൈനസ് k ആയതുകൊണ്ട് എക്സ് സ്റ്റാർ ഓഫ് മൈനസ് k എന്നാണ് ഇവിടെ വരുന്നത്. സോ നമുക്ക് കിട്ടിയ എന്താണ്, DFT of x star of n equal to DFT of x star of n equal to x star of minus k എന്ന് കിട്ടി. അതിനെ നമുക്ക് എങ്ങനെ റിപ്ലേസ് ചെയ്യാം, ഇഫ് ഇറ്റ് ഇസ് പീരിയോഡിക് വിത്ത് n. ഇവിടെ നമ്മൾ പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം x star of n minus k. Hence proved. സോ ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലെക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് ഞാൻ സമ്മറൈസ് ചെയ്ത് പറയാം. നമ്മൾ എക്സ് ഓഫ് എന്നിന് പകരം എക്സ് സ്റ്റാർ ഓഫ് എൻ എന്ന DFTയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കോൺജുഗേറ്റിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ഒരു ടേം പോസിറ്റീവ് ആണ് വരുന്നത്. ഇനി അത് DFTയുടെ ഫോമിലേക്ക്, DFT ഇക്വേഷൻ്റെ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി 2 നെഗറ്റീവ് കൊടുത്തു, പുറത്തൊരു നെഗറ്റീവ് ഉണ്ട്, അത് DFT ഇക്വേഷനിൽ ഉള്ളതാണ്. ദെൻ അകത്തേക്കുള്ള നെഗറ്റീവ് കെയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ എക്സ് സ്റ്റാർ ഓഫ് മൈനസ് k എന്ന് വരും. ഇവിടെ എക്സ് സ്റ്റാർ വന്നത് കോംപ്ലെക്സ് കോൺജുഗേറ്റ് പുറത്ത് കിടക്കുന്നതുകൊണ്ടാണ്. സോ എക്സ് സ്റ്റാർ ഓഫ് മൈനസ് k എന്ന് വന്നു. സോ ബൈ അപ്ലൈങ് ദ പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി നമുക്ക് എഴുതാം എക്സ് സ്റ്റാർ ഓഫ് n മൈനസ് k. സോ ദിസ് ഇസ് ദ 2 പ്രൂഫ്സ്. നമ്മൾ 2 പ്രൂഫ്സ്, ഇത് രണ്ടുമാണ് എടുത്തത്, ലീനിയാരിറ്റി ആൻഡ് കോംപ്ലെക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് prove that if x of n is real, x of k equal to x star of n minus k. അപ്പോൾ ഇതും കോംപ്ലെക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ സ്റ്റാർ കാണുമ്പോൾ മനസ്സിലായി. ഈ സ്റ്റാർ എന്ന് പറയുന്നത് കോംപ്ലെക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടിയുടെ ഒരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ ഈ കോംപ്ലെക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും അത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് മസ്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, എക്സ് ഓഫ് കെ ഈക്വൽ ടു എക്സ് സ്റ്റാർ ഓഫ് എൻ മൈനസ് കെ. വെരി സിമ്പിൾ, കാരണം എക്സ് ഓഫ് എൻ ഇസ് റിയൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോംപ്ലെക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ റിയൽ എന്നുള്ളതിന് എന്താണ് എഴുതാൻ പറ്റുന്നത്, എക്സ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് സ്റ്റാർ ഓഫ് എൻ, സിൻസ് എക്സ് ഓഫ് എൻ ഇസ് റിയൽ. സോ ഫസ്റ്റ് അത് ഇൻഡിക്കേറ്റ് ചെയ്യാം. ദെൻ DFT ഓഫ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു എന്താണ്, ഈസ് എക്സ് ഓഫ് കെ എന്ന് എഴുതാം. ദാറ്റ് ഈസ് equation 1. Now DFT of x star of n എന്താണ്, as per the complex conjugate property equal to x star of minus k, which is equal to x star of n minus k. Consider this as 2. Since it is given x of n equal to x star of n, ഈ 1-ന്റെയും 2-ന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. സോ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിനെ ഇക്വേറ്റ് ചെയ്യാം. സോ എക്സ് ഓഫ് കെ ഈക്വൽ ടു എക്സ് സ്റ്റാർ ഓഫ് എൻ മൈനസ് കെ. ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ മാത്രം മതി, എക്സ് ഓഫ് എൻ ഈക്വൽ ടു എക്സ് സ്റ്റാർ ഓഫ് എൻ. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഈക്വൽ ആയി. ദാറ്റ് ഈസ് DFT ഓഫ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു DFT ഓഫ് എക്സ് സ്റ്റാർ ഓഫ് എൻ. കാരണം എക്സ് ഓഫ് എനും എക്സ് സ്റ്റാർ ഓഫ് എനും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിനെ ഇക്വേറ്റ് ചെയ്യാം. സോ ഇക്വേഷൻ 1 ഈക്വൽ ടു 2 ആൻഡ് അവർ റിലേഷൻ ഇസ് പ്രൂവ്ഡ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം. And also subscribe to the channel. Thank you.
അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുമാണ് അപ്പോൾ ചെയ്തത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു ദി ചാനൽ. താങ്ക് യു.